ശ്രേയക്ക് എന്നോട് ദേഷ്യ. അവളെന്തായാലും എന്നോട് ഫോണിൽ സംസാരിക്കില്ല. നേരിട്ട് നിന്ന് അവളെ കൺവിൻസ് ചെയ്യാം. ഇന്ന് തന്നെ അവളെ കാണണം. ഓഫീസിൽ പോകുന്നെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം. അക്കുച്ചേട്ടനീ അതിരാവിലെ തന്നെ എങ്ങോട്ടാ? നീ അതങ്ങ് തന്നെ. ശ്രേയുടെ കാര്യം ചോദിച്ചോണ്ട് അക്കുച്ചേട്ടനോട് ദേഷ്യാണോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ എങ്ങോട്ടാ അക്കുച്ചേട്ടനീ പോകുന്നേ? വേറെ എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അല്ല, ഓഫീസിലോട്ടോ? സാധാരണ 9:30 ഓഫീസിലേക്ക് പോവാറ്. അതെ, ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, പോയേ പറ്റും. ഇല്ലെങ്കിൽ ലൈഫ് കൈവിട്ടു. അക്കുച്ചേട്ടാ എന്തേ പറയുന്നേ? ലൈഫ് കൈവിട്ടു പോകുന്നു? ലൈഫോ? ഞാൻ ലൈഫ് എന്നാണോ പറഞ്ഞേ? മാറിപ്പോയതാ. ഞാൻ ഫയലെന്ന് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ആ ഫയലൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആ ഫയൽ മറ്റാരെങ്കിലും കൈ പോയി വലിയ പ്രശ്നമാവും. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കാം. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. അയ്യോ അക്കുച്ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചായ കൊണ്ടുവരാം. വേണ്ട അക്കുച്ചേട്ടാ പ്ലീസ്, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. വേണ്ടെന്ന് പറഞ്ഞതല്ലേ? ചായ കുടിച്ചിട്ട് പോ പ്ലീസ്. ഭയങ്കര ചൂട്, എനിക്ക് വേണ്ട. അയ്യോ ഞാൻ തണുപ്പിച്ചു തരാം. സമയമില്ല, വേണ്ട. ഞാൻ ചൂടാറ്റി തരാം. അക്കുച്ചേട്ടാ കുടിച്ചിട്ട് പോ. ഒന്നുകൂടെ വെച്ചോ. അച്ചോട്ടി, ഈ വെള്ളയപ്പത്തിന് ഗ്രീൻ പീസ് കറിയേക്കാളും നല്ലത് മുട്ടക്കറിയാ. കേട്ടിട്ടില്ലേ? അപ്പോ മുട്ടക്കറി. കേൾക്കാനും കാണാനും നല്ല രസമായിരിക്കും. ശരിയാ രമേശ് ചേട്ടാ, ചാരു ചേച്ചി ആകാശേട്ടനെയും പോലെ നല്ല ചേർച്ചയാ. നിനക്ക് ഉദാഹരിക്കാൻ വേറെ ആരും കിട്ടിയില്ലല്ലേ? നിലവിളക്കിന്റെ കൂടെ കരിവിളക്ക് വെച്ച എങ്ങനെ ഇരിക്കും? അതുപോലെ ഇവിടെ ആകാശന്റെ കൂടെ നിൽക്കുമ്പോ. കണ്ണുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ കണ്ണുകൊണ്ട് ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് കാര്യം. അതെങ്ങനെ? ഓരോ കാര്യത്തിലും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയും ചിന്തയും വേണം. അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രമേശ് എണ്ണല്ല അതിന് തുടക്കം വെച്ചത്. ഒരു അപ്പം മുട്ടക്കറിയും. ദേ മിണ്ടാതിരുന്ന് കഴിച്ചോണം. ചാരുമോളെ, ആകാശ് എവിടെ? ഇന്നവൻ ഓഫീസിൽ പോണ്ടേ? ബാലമമ്മ, അക്കുച്ചേട്ടൻ നേരത്തെ ഓഫീസിലേക്ക് പോയായിരുന്നു. അവൻ പോയോ? എന്തിനപ്പോ നേരത്തെ പോയത്? എന്താ അർജന്റായിട്ട്?
അത് എന്തോ ഒരു ഫയല് നോക്കാനുണ്ടെന്ന് പറഞ്ഞാ പോയത്. അത്യാവശ്യമാണെന്ന്. ഫയലൊക്കെ നോക്കേണ്ട ഓഫീസ് ടൈമിലല്ലേ? അതിന് നേരത്തെ പോകുന്നെന്തിനാ? ഞാൻ വിളിച്ച് ചോദിക്കട്ടെ. അയ്യോ ബാലമാമേ, വേണ്ട. ജോലി ചെയ്യുന്ന സമയത്ത് ശല്യപ്പെടുത്തണ്ട. ഗോവിന്ദ മാമ ഒന്ന് പറ. ബാല, ഇപ്പൊ വിളിക്കണ്ട. ആകാശവൻ ജോലി ചെയ്യുമ്പോ അതൊരു ബുദ്ധിമുട്ടാകും. ശരി. അവനെന്തെങ്കിലും കഴിച്ചിട്ടാണോ പോയത്? അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തു പറ്റിയവന്? അവൻ എന്തു പറ്റിയെന്ന് ആർക്കും അറിയാത്തതുപോലെ. ആകാശന് പറ്റിയേ മുമ്പിൽ നിൽക്കുമല്ലേ, ഒന്നും അറിയാത്ത പോലെ. നീ ആരാ ഉദ്ദേശിച്ചത്? ബാലമാമേ വേണ്ട. അല്ല, എന്നാലും അവനെന്താ കഴിക്കാതെ പോയത്? ഉച്ചയ്ക്ക് ആ കൊച്ചേട്ടന് കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഓ പിന്നെ അവനവിടെ നീ കൊണ്ടു ചെല്ലുന്നതും കാത്ത് ഉരുട്ടി വിഴുങ്ങാൻ കാത്തിരിക്കയല്ലേ? ഒന്ന് പോടിയോടുന്നു. അമ്മേ, ചാരു ആകാശിന് ഫുഡ് കൊണ്ടു കൊടുത്ത എന്താ? എന്ത് പറഞ്ഞാലും അമ്മ എന്തിനാ ചാരുവിനെ കുറ്റപ്പെടുത്തുന്നേ? നീ ഒന്നും മിണ്ടായിരുന്നേടി. അവൻ പുറത്തു പോയി പഠിച്ചോണ്ടിരുന്നപ്പോ ദിവസം ഇവിടുന്നാണോ കഴിച്ചോണ്ടിരുന്നത്? അതോ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടു കൊടുത്തോണ്ടിരുന്നോ? അമ്മേ, ആകാശേട്ടന് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. ആണോ? അതെ, ശരിയാ, അവൻ ഇവിടെ ഉണ്ട്. അവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ അങ്ങോട്ട് കൊണ്ട് ചെന്ന് ചോറ് വാരി കൊടുക്കാൻ. മാമനും മോളും കൂടെ അവനെ പെങ്കോന്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു മോളും മാമനും വന്നിരിക്കുക. ചാരുമോളെ, നിന്റെ അമ്മായി പറയണ കേക്കണം. പക്ഷെ അതൊന്നും മനസ്സുകൊണ്ടാവരുത്. അവനെ കഴിക്കാനുള്ളത് മോളെ കൊണ്ടേ കൊടുക്ക്. ഗോവിന്ദാ, ചേട്ടാ ഇവിടെ നിർത്തിക്കും. എത്രയായി? 173. ആ ശരി, താങ്ക് യു. ശരി.